കേരളത്തില് പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ. ഇന്ന് നമ്മുടെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗവും നടത്തുകയുണ്ടായി. നമുക്കറിയാം, സാധാരണ പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളത് പതിവുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ നയപ്രഖ്യാപനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിന്റെ മുന്നോടിയായിട്ട് ഗവർണർ പങ്കെടുത്ത പരിപാടി എന്നുള്ള നിലയ്ക്ക് അവിടെ വന്ദേ മാതരത്തിന്റെ 2 സ്റ്റാൻസ അത് ബാൻഡ് വാദ്യത്തോട് കൂടിയിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അത് പതിവില്ലാത്തൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എല്ലാവരും സഭയിലുള്ളവരൊക്കെ അത് എഴുന്നേറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഇത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ, അതായത് ഈ നയപ്രഖ്യാപനം കഴിഞ്ഞു, ചടങ്ങ് കഴിഞ്ഞു, പുറത്തു വന്ന സമയത്ത് നമുക്കറിയാം, ഇപ്രാവശ്യം നമ്മുടെ സഭയിൽ 3 BJP MLA-മാരുണ്ട്. ഈ 3 MLA-മാരിൽ അതിലെ നേതാവായിട്ടുള്ള മുരളീധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ കണ്ടിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടായി. വാസ്തവത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കാനുള്ള ആവശ്യം ഗവർണർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നയപ്രഖ്യാപന സമയത്ത്. പക്ഷേ വളരെ ശക്തമായിട്ട് മുഖ്യമന്ത്രി അതിനെ നിഷേധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പറയുകയും, ആദ്യത്തെ 2 സ്റ്റാൻസ അത് സാധാരണ പല പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദേശീയ ഗീതം എന്നുള്ള നിലയ്ക്ക് 2 സ്റ്റാൻസ വേണമെങ്കിൽ ആവാം എന്നുള്ളൊരു നിലപാടെടുക്കുകയും അതിൻ്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഈ വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് ചർച്ചയായിരുന്നു, ഞാൻ പിന്നീട് വരാതെ അവിടേക്ക്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് 2 സ്റ്റാൻസേ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രി എടുക്കുകയും അതിന് വിധേയമായിക്കൊണ്ട് 2 സ്റ്റാൻസ മാത്രമായിട്ട് അത് നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വിഷയം വി മുരളീധരൻ അദ്ദേഹത്തിന്റെ FB പോസ്റ്റിൽ ഉന്നയിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ അദ്ദേഹം അത് വാർത്താ മാധ്യമങ്ങളോട് ഇക്കാര്യം പങ്കുവയ്ക്കുകയുണ്ടായി. അവിടെ അദ്ദേഹം ഉന്നയിച്ചുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ CPM-നും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ടാണ് മുഴുവനായിട്ട് ആലപിക്കാൻ അവസരം കൊടുക്കാതിരുന്ന, അല്ലെങ്കിൽ അത് നിഷേധിച്ചത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം FB പോസ്റ്റിൽ പറയുന്നതും മാധ്യമങ്ങളോട് പറയുന്നതും. വേറൊരു കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് പണ്ട് മുതലേ 1890-കളിലൊക്കെ കോൺഗ്രസിന്റെ ദേശീയ പരിപാടികളിലൊക്കെ ആലപിക്കപ്പെട്ടിട്ടുള്ള വന്ദേമാതരത്തോട് ഇപ്പം എന്താണ് വി.ഡി. സതീശന് ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് മുരളീധരൻ അത് തിരിച്ചറിയാത്തത് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമുക്കറിയാം, അത് പിന്നീട് ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നുള്ള നിലയിൽ ചർച്ചയൊക്കെ വന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഭരണഘടനയുടെ യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാതെ പാടാവുന്ന ഒന്നായിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ദേശീയ ഗീതം വരുന്നത്, വന്ദേമാതരം വരുന്നത്. അത് നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന ഈ സംഘപരിവാര ഭരണകൂടം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത് വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികമാണെന്നും ഈ 150-ാം വാർഷികം പ്രമാണിച്ചിട്ട് ഗവർണറും അതുപോലെ ഉള്ള ആൾക്കാരും, കേന്ദ്ര മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ, രാഷ്ട്രപതി അതുപോലെ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ദേശീയ ഗീതം വന്ദേമാതരം പൂർണ്ണമായിട്ട് ആലപിക്കണം എന്നുള്ളൊരു തീരുമാനം 150-ാം വാർഷികം പ്രമാണിച്ച് അത് സംഘപരിവാര ഭരണകൂടം എടുത്തുള്ള ഒരു തീരുമാനമാണ്. അത് കേരളത്തിലെ സർക്കാർ അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. ഇതേ സമയം തന്നെ ഈ വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ട പോലെ തന്നെ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഈ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കേണ്ടതില്ല എന്നുള്ള സർക്കാർ തീരുമാനത്തോട്, അത് വി.ഡി. സതീശൻ സർക്കാരിന്റെ തീരുമാനത്തിനോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ ഒരു തീരുമാനത്തിന് ഒപ്പം നിൽക്കുക എന്നതാണ് ചെയ്തത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് വെച്ചാൽ, അവിടെ ഇത് ആലപിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോൾ ഞാൻ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാർ എടുത്ത തീരുമാനത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു വലിയ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ടിട്ടുള്ളത്. സംഘപരിവാര വിരുദ്ധ നിലപാട് വളരെ വ്യക്തമാക്കുന്ന ഒരു നയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് കൈക്കൊണ്ടത്. അത് അഭിനന്ദനാർഹമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ച് എന്നുള്ളത് വലിയ ചർച്ചയൊക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിലും നമുക്കറിയാം അവിടെ പൂർണ്ണമായിട്ടും ഈ വന്ദേമാതരം ആലപിക്കുകയുണ്ടായി. പക്ഷെ അസമിൽ അത് നടന്നിട്ടില്ല. കേരളത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ ഗവർണർ ആണ് തീരുമാനം, രാജ്ഭവനാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനിട്ട കാര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്ര
മുഴുവനായിട്ട് ഈ വന്ദേ മാതരം ആലപിക്കപ്പെടും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു വാദം ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് അദ്ദേഹം അധികാരം ഉപയോഗിച്ചുകൊണ്ട് വന്ദേ മാതരം പൂർണ്ണമായിട്ട് അവിടെ ആലപിക്കാൻ സമ്മതിക്കാതിരുന്നത് എന്ന്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വന്ദേ മാതരം എങ്ങനെയാണ് ദേശീയ ഗീതമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ത് എന്നുള്ളതാണ്. നമുക്കറിയാം, അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ ഉള്ള ഒരു ചെറിയ ഒരു കവിതാ ശകലം പോലെ അതിനകത്തുള്ളൊരു ഭാഗമാണത്. അത് ഒരു കാലത്ത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി AICC ഒക്കെ സമ്മേളനങ്ങളിലൊക്കെ അത് ഒരു കാലത്തൊക്കെ ആലപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സമയത്തൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ അന്ന് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചിട്ടുള്ള നമ്മൾ ഇന്നൊക്കെ നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന മതി ദേശീയഗാനം എന്നുള്ള നിലയിൽ എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അന്ന് നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 അത് ശരിക്കും പറഞ്ഞാൽ ദേശീയ ഗാനമായിട്ട് അതിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം. അതേ സമയത്ത് ദേശീയ ഗീതമായിട്ടാണ് വേണമെങ്കിൽ ദേശീയ ഗീത, അത് 2 സ്റ്റാൻസ മാത്രം, അതാണ് വന്ദേ മാതരത്തിന്റെ 2 സ്റ്റാൻസ മാത്രം ദേശീയ ഗീതമായിട്ട് വേണമെങ്കിൽ ആലപിക്കാം എന്നുള്ളൊരു തീരുമാനമാണ് എടുക്കുന്നത്. അവിടെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ വന്ദേ മാതരത്തിന്റെ ഒരു 2 സ്റ്റാൻസ് കഴിഞ്ഞുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് അത് ഇപ്പോൾ മുസ്ലിം ഇതര മതസ്ഥരായിട്ടുള്ളവർക്ക് അത് ആലപിക്കുന്നതിന് പ്രയാസം കാണും. തീർച്ചയായിട്ടും അതിൽ ഹിന്ദു ദൈവസ്തുതി അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് അത് നിർമ്മാണ സഭയുടെ അകത്ത് അത് വലിയ ചർച്ചയാവുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തിട്ട് വേണ്ട എന്ന് വെച്ചിട്ടൊരു കാര്യമാണ് ഈ കാലത്ത് ഇപ്പോൾ അധികാരം കയ്യിലുള്ളതുകൊണ്ട് സംഘപരിവാര സർക്കാർ അത് അതിൻ്റെ 150-ാം വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എല്ലാവരും ആലപിക്കണം, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ വേണമെന്നും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ആലപിക്കണം, അതുപോലെ രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടികൾ ഇത് മുഴുവനായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം, അല്ലെങ്കിൽ അത് ലോക്ഭവനും അതുപോലെ പുതിയ സർക്കാരും കേന്ദ്ര സർക്കാരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അസമിൽ അപ്പോൾ അത് ആലപിക്കാതെ ഇരിക്കുന്നതിന് കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ അത് ഇന്നത്തെ നയപ്രഖ്യാപന ചടങ്ങിൽ അത് ഈ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നീണ്ട കാലത്തെ ചർച്ചയുടെയും തീരുമാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിനെ ലംഘിക്കുന്ന ഒരു നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് അംഗീകരിക്കുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക ചെയ്യേണ്ട ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് സർക്കാരുകൾക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടെന്ന് VD സതീശൻ സർക്കാർ അത് സഭയിൽ തെളിയിച്ചു എന്നുള്ളതാണ്. ഇതോടൊപ്പം നമുക്ക് പറയാനുള്ളൊരു കാര്യം, സത്യപ്രതിജ്ഞ ചടങ്ങിൽ നമുക്കറിയാം VD സതീശൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പറഞ്ഞപ്പോൾ അത് മേനോൻ എന്നുള്ള ജാതിപ്പേര് അതിനകത്ത് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹം ആ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കപ്പെട്ടു. അതുപോലെ അച്ഛന്റെ പേര് പറഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പാടെ വെച്ചുകൊണ്ട്, അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന രത്തൻ കേൽക്കറെ പിടിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആക്കുക, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് VD സതീശന്റെ ഒരു നിലപാടിൽ ഹിന്ദുത്വ അജണ്ട ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അത്തരം ഒരു ചർച്ചയുടെ സമയത്താണ് എന്തായാലും VD സതീശൻ ഈ ഒരു തീരുമാനം വന്ദേ മാതരം പൂർണ്ണമായിട്ട് ഗവർണറുടെ നയപ്രഖ്യാപന ചടങ്ങിൽ ആലപിക്കേണ്ട എന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്തത് എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളിൽ നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഒന്ന്, റോയ് മാത്യു എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഒരുപാട് പ്രശ്നങ്ങളുള്ള വലിയ ചർച്ചയും വിവാദങ്ങൾക്കൊക്കെ ഇട ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാടുകളിലും എല്ലാവർക്കും സംശയമുണ്ട്. അങ്ങനത്തെ ഒരാളെ എന്തിനു വേണ്ടിയാണ് പ്രസ് സെക്രട്ടറി ആക്കി നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. അതുപോലെ സംഘപരിവാര നമുക്കറിയാം SIRന്റെ കാര്യത്തിൽ, അതുപോലെ ഇവിടുത്തെ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത, കുറച്ച് ആൾക്കൊന്നുമല്ല, 20,000 കൂടുതൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രത്തൻ കേൽക്കറെ പിടിച്ചുകൊണ്ട് എന്തിനാണ് സെക്രട്ടറി ആക്കിയിട്ടുള്ളത്? അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പുറത്ത്. എന്തായാലും അതൊക്കെ നടക്കുമ്പോഴും ഇന്നെടുത്ത നിലപാട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. പ്രതിപക്ഷ നേതാവ് ഈ ഒരു കാര്യത്തിലെടുത്തിട്ടുള്ള നിലപാട് വളരെ പ്രധാനമാണ്. എങ്ങനെയായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഗവർണറായിട്ട് കേരളത്തിൽ വലിയ അടിയാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി ഫയലുകൾ തിരിച്ചയക്കുക, കാലതാമസം നേരിടുക, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ എത്തിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ
പ്രത്യേകിച്ച് സർവകലാശാല നിയമനങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്കറിയാം കുറേയൊക്കെ CPM-ന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ LDF-ന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരം വീഴ്ചകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഗവർണർ കൈക്കൊള്ളുന്ന കൃത്യമായിട്ടുള്ള സംഘപരിവാര അജണ്ട നടപ്പാക്കുമ്പോൾ അതിനെതിരെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞ പ്രതിപക്ഷം എത്രമാത്രം അവരതിൽ വിജയിച്ചു അല്ലെങ്കിൽ എത്രമാത്രം അവർ നിലപാടെടുത്തു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ വേണ്ട രീതിയിലല്ല അവർ ഇടപെട്ട എന്ന് പറയേണ്ടി വരും. പലപ്പോഴും സംഘപരിവാര ഗവർണറുടെ സംഘപരിവാര നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കഴിഞ്ഞ പ്രതിപക്ഷം പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇന്നത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എടുത്തുള്ള ഒരു തീരുമാനം വളരെ പ്രധാനമായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും സംഘപരിവാര വിരുദ്ധ അജണ്ട നിലനിർത്തുന്നതിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന അടിച്ചേൽപ്പിക്കുന്ന ഹിന്ദുത്വ അജണ്ടകൾക്കെതിരെ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് ഒരുപക്ഷെ കേരള ജനത ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നന്ന്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഗവർണറുടെ അതേപോലെ തന്നെയാണ് ഈ ഗവർണറും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് സംഘപരിവാര അജണ്ട നടപ്പാക്കുക ഇപ്പൊ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പോക്കൊന്നും ആയിരിക്കില്ല പുതിയ സംസ്ഥാന ഭരണ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ ഈ ഒരു നിലയിൽ നമ്മൾ കാണുമ്പോൾ സർക്കാരും ഗവർണറും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പോക്കായിക്കൊള്ളണം ആവില്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്കുള്ളത്. അത്ര നല്ല നാളുകളല്ല വരാൻ പോണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെയായാലും പറയാനുള്ളത് ഇതാണ്, സംഘപരിവാര അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഭരണപക്ഷവും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു കേരള ഭരണ സംവിധാനത്തെയാണ്, പ്രതിപക്ഷത്തെയും ഭരണകൂടത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കേരള ജനത പ്രതീക്ഷിക്കുന്നത്, നമ്മളെപ്പോലുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് പറയാനുള്ളത്.